Good morning, my dear students. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ആണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ അതിൻ്റെ ആപ്ലിക്കേഷനായ ബ്ലാക്ക് ബോഡി റേഡിയേഷനും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നും അതേപോലെ തന്നെ കമ്പാരിസൺ ഓഫ് ദ 3 സ്റ്റാറ്റിസ്റ്റിക്സ്, ദാറ്റ് ഈസ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 3 സ്റ്റാറ്റിസ്റ്റിക്സുകളുടെയും കമ്പാരിസനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിനകത്ത് നമ്മൾ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂഷനിലാണ് ഡിറൈവ് ചെയ്യുമ്പോൾ കുറേ അസംഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏത് തരം പാർട്ടിക്കിൾസിലാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന്, അല്ലേ? അപ്പോൾ ഇതിനകത്തുള്ള ബേസിക് അസംഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഐഡൻറ്റിക്കൽ ആൻഡ് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്. ഐഡൻറ്റിക്കലും ഇൻഡിസ്റ്റിങ്വിഷബിളും ആയിട്ടുള്ള പാർട്ടിക്കിൾസിനകത്ത് മാത്രമേ നമുക്ക് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ബേസിക് ആയിട്ടുള്ള അസംഷനാണ്. ടോട്ടൽ എനർജി ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദി എൻറ്റയർ സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജിയും ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കോൺസ്റ്റൻ്റ് ആണ്. അടുത്തതെന്ന് പറയുന്നത് സ്പിൻ ഓഫ് ദി പാർട്ടിക്കിൾ ഷുഡ് ബി ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കണം. ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അതായത് 1/2, 3/2 അങ്ങനെ ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കണം പാർട്ടിക്കിൾസിൻ്റെ സ്പിൻ ഉണ്ടായിരിക്കേണ്ടത്. ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ പാർട്ടിക്കിൾസിൻ്റെ സ്പിന്ന് 0 അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരുന്നു. ഓക്കെ, അപ്പം ഇവിടുത്തെ സ്പിൻ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻ്റഗ്രൽസ് മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. ഇനി നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സും മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലായും പഠിച്ചപ്പം പറഞ്ഞു നമുക്ക് ഒരു സ്റ്റേറ്റിലെ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാം, ഒരു സ്റ്റേറ്റിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ വേണമെങ്കിലും ഇരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്ത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാർട്ടിക്കിൾസ് പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം ഇവിടുത്തെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നു. സോ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സബ് ലെവൽ, ഈച്ച് സബ് ലെവൽ വിൽ ബി 1 or more, അല്ലേ? ഒന്നല്ലെങ്കിൽ അതിൽ കൂടുതൽ ആയിരിക്കണം. ഒരു എന്താണ്, നോ 2 ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ദ സെയിം ക്വാണ്ടം നമ്പർ എന്ന് നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ ലായിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് പോളീസ് എക്സ്ക്ലൂഷൻ ലാ ഒബേ ചെയ്യുന്നത് കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. ദർ ഈസ് റെസ്ട്രിക്ഷൻ ടു ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഈച്ച് എനർജി സ്റ്റേറ്റ്സ്. ഇനി അടുത്തത് ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്യും, അത് കണക്ക് തന്നെ ആൻറ്റി സിമെട്രിക്കും ആയിരിക്കും. വേവ് ഫംഗ്ഷൻ ഇവിടുത്തത് ഓരോ പാർട്ടിക്കിളിനും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓവർലാപ്പ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ ഇറ്റ് ഈസ് ആൻറ്റി സിമെട്രിക് ആയിരിക്കും. ഇപ്പം ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ വേവ് ഫംഗ്ഷനും ഓവർലാപ്പ് ചെയ്യുന്നു, പക്ഷേ വേവ് ഫംഗ്ഷൻ എന്താണ്? സിമെട്രിക് വേവ് ഫംഗ്ഷനാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത്രയും കണ്ടീഷൻസ് അനുസരിക്കുന്ന പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഫെർമിയോൺസ്. ഓൾ പാർട്ടിക്കിൾസ് വിച്ച് ഒബേ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഫെർമിയോൺസ്. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, മ്യൂൺ, ഹൈപ്രോൺസ്, ഇതെല്ലാം എന്താണ്? ഫെർമിയോൺസ് ആണ്. ഓക്കെ, അപ്പം ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക് അസംഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഐഡൻറ്റിക്കൽ ആൻഡ് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ, ദ വേവ് ഐഡൻറ്റിക്കൽ ആൻഡ് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്. പിന്നെ സ്പിൻ ഓഫ് ദി പാർട്ടിക്കിൾ ഷുഡ് ബി ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇറ്റ് മസ്റ്റ് ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. വേവ് ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദ പാർട്ടിക്കിൾ ഷുഡ് ബി anti-symmetric, and all particles which obey Fermi Dirac statistics are called fermions. Fermi Dirac statistics obey ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ ഫെർമിയോൺസ് എന്ന് പറയും. നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ ബോസോൺസ് എന്നാണ് വിളിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ലാ ഡിറൈവ് ചെയ്യാം. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ലാ ഡിറൈവ് ചെയ്യാം. ഓക്കെ,
അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. അവിടെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓരോ എനർജി ലെവൽ ഈ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. E1 E2 E3 എന്ന് പറയുന്ന എനർജി ലെവൽസിൽ N1 N2 അങ്ങനെ Nk പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. GI സെൽസ് ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്പർ ഓഫ് എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് independent ways in which Ni particles are arranged in GI quantum state. Ni particlesനെ GI സ്റ്റേറ്റിൽ അറേഞ്ച് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു GI ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ Ni ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് Ni ഫാക്ടോറിയൽ. മനസ്സിലായോ? അപ്പം നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനകത്ത് n നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റൻ്റ് ആണ്. ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റവും കോൺസ്റ്റൻ്റ് ആണ്. അവിടെ E1 E2 E3 EK അങ്ങനെ എക്സെട്ര EK എനർജി സ്റ്റേറ്റുകളുണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടം എനർജി ക്വാണ്ടം ലെവൽസ് ഉണ്ട്. N1 N2 N3 എക്സെട്ര Nk പാർട്ടിക്കിൾസ് നമ്മൾ വേരിയസ് എനർജി സ്റ്റേറ്റിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ Ni പാർട്ടിക്കിൾസിനെ GI ക്വാണ്ടം സ്റ്റേറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് പോസിബിൾ വേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് GI ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ Ni ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് Ni ഫാക്ടോറിയൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് Ni പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്താണ് പോസിബിൾ വേസ്, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ വേസ് ഇൻ വിച്ച് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? n പാർട്ടിക്കിൾസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ GI ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പൈ ഐ അല്ലേ ഇസ് ഈക്വൽ ടു സിഗ്മ പൈ ഐ GI ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ Ni ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് Ni ഫാക്ടോറിയൽ. മനസ്സിലായോ? ടോട്ടൽ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി, ടോട്ടൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പൈ ഐ കണ്ടാൽ മതി. പൈ ഐ GI ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ Ni ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് Ni ഫാക്ടോറിയൽ. ഓക്കെ, അപ്പം ഇനി നമുക്ക് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലോഗരിതം ഓഫ് W എടുക്കണം. അതിൻ്റെ D ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേനും നമുക്ക് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡെറിവേറ്റീവ് ഓഫ് ln ഒമേഗ ഈക്വൽ ടു 0 ആണ് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ln ഒമേഗ എടുക്കുന്നു. ln W ഈസ് ഈക്വൽ ടു ഇവിടെ സിഗ്മ പൈ എന്തായിട്ട് മാറും? സിഗ്മ ആയിട്ട് മാറും. സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to k ln GI ഫാക്ടോറിയൽ മൈനസ് സിഗ്മ I ln Ni ഫാക്ടോറിയൽ മൈനസ് സിഗ്മ I ln GI മൈനസ് Ni ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ln GI ഫാക്ടോറിയലാണ്. അപ്പം നമ്മളവിടെ സ്റ്റെർലിങ്സ് അപ്രോക്സിമേഷൻ കൊടുക്കുന്നു. അപ്പം എന്ത് സംഭവിക്കും? ഈ ഫസ്റ്റ് ടേം നമുക്ക് ഫസ്റ്റ് ടേം അങ്ങനെ ഇട്ടിട്ട് നമുക്ക് സെക്കൻഡ് ടേമിൽ സ്റ്റെർലിങ്സ് അപ്രോക്സിമേഷൻ കൊടുക്കാം. ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് n log n മൈനസ് n log n പ്ലസ് സിഗ്മ I Ni മൈനസ് GI മൈനസ് Ni ഇൻറ്റു ln GI മൈനസ് Ni പ്ലസ് സിഗ്മ GI മൈനസ് Ni എന്ന് വരും. ഓക്കെ, ഇവിടെ ഒരു മൈനസ് Ni ഉണ്ട്, ഇവിടെ ഒരു മൈനസ് Ni ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് Ni ഉണ്ട്, ക്യാൻസലായി പോവും. ഇവിടുത്തെ GI, ഇവിടെ ഒരു GI ഉണ്ട്. ഈ GI ഫാക്ടോറിയലിനെ ചെയ്യുമ്പം G ln G മൈനസ് സിഗ്മ GI എന്ന് പറയുന്ന ടേം വരും. അപ്പോൾ ഈ സിഗ്മ GIയും ഈ സിഗ്മ GIയും ക്യാൻസലായിപ്പോൾ ഈ Niയും ക്യാൻസലായിപ്പോൾ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ G log Gയുടെ ടേം എന്തായിപ്പോൾ? 0 ആയി പോകും. ബാക്കി വരുന്നത് മൈനസ് സിഗ്മ I Ni ln I മൈനസ് സിഗ്മ I K D ഓഫ് GI മൈനസ് Ni ln GI മൈനസ് Ni എന്ന് വരും. വേണ്ടേ? ഇനി അപ്പം നമ്മളിവിടെ ലോഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല D ഓഫ് ln W ഈക്വൽ ടു 0 ആണ് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പം നമ്മൾ ആദ്യമേ ln ഒമേഗ കണ്ടുപിടിക്കണം, അതിനുശേഷം അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ln ഒമേഗ കണ്ടുപിടിച്ച് ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് മൈനസ് സിഗ്മ Ni ln I മൈനസ് സിഗ്മ I GI മൈനസ് Ni ln GI മൈനസ് Ni എന്ന് പറയുന്നത് ഈ ഇത്രയാണ് ബാലൻസ് ആയിട്ട് വരുന്ന ടേം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. D ഓഫ് ln W ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വരും? D ഓഫ് ln W ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ln Ni ഉണ്ട്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം
എൻ ഐ ഉണ്ട് ഫ്രണ്ടിൽ, സോറി, എൻ ഐ എൽ എൻ എൻ ഐ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എൽ എൻ എൻ ഐ ഇൻറ്റു ഡി എൻ ഐ പ്ലസ് 1/ni എൽ എൻ എൻ ഐയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ്, അതാണിത്. അടുത്തത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എൻ ഐ ഇൻറ്റു എൽ എൻ എൻ ഐയുടെ ഡിഫറൻസിയേഷൻ 1/n എൻ ഐ ഇൻറ്റു ഡി എൻ ഐ അല്ലേ. അപ്പോൾ ഇതും ക്യാൻസലായിപ്പോൾ. അത് കണക്ക് തന്നെ ഇതിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? അപ്പോൾ ഇവിടെ എന്തൊക്കെ വരും? എൽ എൻ എൻ ഐ ഡി എൻ ഐ. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടേ, ഇവിടെ ഒരു മൈനസ് സൈൻ ആവും. പിന്നെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. എൽ എൻ ജി ഐ മൈനസ് എൻ ഐ ഇൻറ്റു എൽ എൻ ജി ഐ മൈനസ് എൻ ഐ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ്, അപ്പോൾ അവിടെ ഒരു മൈനസ് ഡി എൻ ഐ വരും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ ജി ഐ മൈനസ് എൻ ഐ ഇൻറ്റു എൽ എൻ ജി ഐ മൈനസ് എൻ ഐയുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 1/gi മൈനസ് എൻ ഐ. അപ്പോൾ ആ ടേം എല്ലാം ക്യാൻസലായിട്ട് ഒരു ഡി എൻ ഐ വരും. ആ ഡി എൻ ഐയും ഈ ഡി എൻ ഐയും ക്യാൻസലായിപ്പോൾ. ബാക്കി ഓക്കെ. അപ്പം നമുക്ക് എൽ എൻ ഒമേഗയെ എടുത്ത് ക്യാൻസൽ ചെയ്യാനുള്ള ടേം എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൈനസ് സിഗ്മ എൻ ഐ എൽ എൻ ഐ മൈനസ് ജി ഐ മൈനസ് എൻ ഐ ഇൻറ്റു എൽ എൻ ജി ഐ മൈനസ് എൻ ഐ എന്ന് വരും. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡി എൻ ഐയും എൽ എൻ ഐയും ഇവിടെ ഒരു ഡി എൻ ഐയും എൽ എൻ ജി ഐ മൈനസ് എൻ ഐയും വരും. ബാക്കി ടേം എല്ലാം ക്യാൻസലായിപ്പോവും. ഓക്കെ, അതാണ് ക്യാൻസലായതിന് ശേഷമുള്ള ഒരു ഇക്വേഷനാണ് ഈ കിടക്കുന്നത്. ഡി ഓഫ് എൽ എൻ ഒമേഗ ഈക്വൽ ടു മൈനസ് ഓഫ് സിഗ്മ ഡി എൻ ഐ എൽ എൻ എൻ ഐ. ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഓഫ് ടു ടേംസ് ബൈ രണ്ട് ടേമുകൾ എക്സ് വൈ എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഡിഫറൻസിയേഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ്. അപ്പം ആ ഫോമുല അപ്ലൈ ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് നമുക്ക് ഇത്രയും വരും. ഇനി മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡി ഓഫ് എൽ എൻ ഒമേഗ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്തോരും? ഇതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേന് രണ്ടിലും ഡി എൻ ഐ ഉണ്ട്. അപ്പം ഡി എൻ ഐ കോമൺ എടുക്കാം. ഈ മൈനസ് ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം ആവും, ഇത് സെക്കൻഡ് ടേം ആവും. അപ്പം മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ലോഗരിതം എടുക്കുമ്പോഴത്തേന് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് വെച്ചാൽ ലോഗ് എ ബൈ ബി. അപ്പം സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to k എൽ എൻ ജി ഐ മൈനസ് എൻ ഐ ഡിവൈഡഡ് ബൈ എൻ ഐ ഇൻറ്റു ഡി എൻ ഐ എന്ന് വരും, ഈക്വൽ ടു 0. ഓക്കെ, ദിസ് വൺ ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡി എൻ ഐ ഈക്വൽ ടു 0 ആണ്. നമുക്കത് നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് ഇത് ടോട്ടൽ അത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡി എൻ എന്തേ 0. ഇനി നമ്മുടെ പോസ്റ്റുലേറ്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനകത്തും അല്ലെങ്കിൽ നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ എനർജിയും ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കോൺസ്റ്റൻ്റ് ആണ്. ആ രണ്ട് കണ്ടീഷനകത്തു നിന്ന് ഡി എൻ അത് ടോട്ടൽ സിഗ്മ എൻ ഐ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എൻ ആൻഡ് സിഗ്മ ഇ ഐ എൻ ഐ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡി എൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഡി എൻ ഐ ഈക്വൽ ടു 0. അത് കണക്ക് തന്നെ ഡി ഇ ഈക്വൽ ടു സിഗ്മ ഇ ഐ ഡി എൻ ഐ ഈക്വൽ ടു 0. അപ്പം ഈ മൂന്ന് കണ്ടീഷനും എന്ത് ചെയ്യണം? ഇൻഡിപെൻഡൻ്റ് ആണ്, ബട്ട് ദേ മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലഗ്രാഞ്ചിയൻസ് അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയേഴ്സ് അപ്ലൈ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ ഒരു ആൽഫ കൊണ്ടും ഈ ഇക്വേഷനെ ഒരു ബീറ്റ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഇക്വേഷൻ്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് കിട്ടും? നമുക്കപ്പം ഇക്വേഷൻ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to k അതെ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ എൽ എൻ ജി ഐ മൈനസ് എൻ ഐ ഇൻറ്റു ഡി എൻ ഐ മൈനസ് ആൽഫ ഇൻറ്റു ഇതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു ഡി എൻ ഐ മൈനസ് ഇതിനെ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബീറ്റ ഇ ഐ ഡി എൻ ഐ ഈക്വൽ ടു 0. എല്ലാത്തിനകത്തും ഡി എൻ ഐ ഉണ്ട്. അപ്പോൾ അതിനെ കോമൺ എടുക്കാം. എല്ലാത്തിൻ്റെയും സമ്മേഷനും കോമൺ ആണ്. അപ്പം നമുക്ക് എന്തായിട്ട് മാറും? സിഗ്മ ഐ എൽ എൻ ജി ഐ മൈനസ് എൻ ഐ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ ഇൻറ്റു ഡി എൻ ഐ ഈക്വൽ ടു 0. അപ്പം
ഇവിടെ DNI ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 നമുക്കിത് ഇൻഡിപെൻഡൻറ്റ് സൈമൾട്ടേനിയസ്ലി ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് എന്തായിരിക്കണം, ഇവിടുത്തെ ഈ ഫസ്റ്റ് ടേം ഈക്വൽ ടു 0 ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സൈമൾട്ടേനിയസ് ആയിട്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ടേം ഈക്വൽ ടു 0 കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റും, ln GI മൈനസ് NI ബൈ NI മൈനസ് ആൽഫ മൈനസ് ബീറ്റ EI ഈക്വൽ ടു 0. അതിനകത്തുനിന്ന് ln GI മൈനസ് NI ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ EI എന്ന് കൊടുക്കാം. ഓക്കെ, ലോഗരിതം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പൊണൻഷ്യൽ എടുക്കാം. അപ്പം GI ബൈ NI മൈനസ് 1 ഇസ് ഈക്വൽ ടു e റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ EI. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് ഈ ഇക്വേഷനകത്തുനിന്ന് ഈ മൈനസ് സൈൻ ഇപ്പുറത്തോട്ട് വന്ന് പ്ലസ് ആവും. അപ്പോൾ നമുക്ക് GI ബൈ NI ഈക്വൽ ടു എന്തെന്ന് എഴുതാം, e റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ EI പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് NIയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്ത് പറ്റും, NI ഈസ് ഈക്വൽ ടു ഇതിനകത്തുനിന്ന് NI ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, GI ഡിവൈഡഡ് ബൈ e റേസ് ടു ആൽഫ പ്ലസ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ആൽഫ പ്ലസ് ബീറ്റ I പ്ലസ് 1 എന്ന് വരും. അപ്പം NI മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് വി ക്യാൻ അറേഞ്ച് ദ പാർട്ടിക്കിൾ ഇൻ ഡിഫറെൻറ്റ് ക്വാണ്ടം സ്റ്റേറ്റ് ഈസ് NI ഈക്വൽ ടു GI ഡിവൈഡഡ് ബൈ e റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ EI പ്ലസ് 1. ഇതാണ്. ഇനി ഇവിടുത്തെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫെർമി എനർജി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(E) ഇസ് ഈക്വൽ ടു NI ബൈ GI ആണ്. എന്താണ്, ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ്സ്. അതാണ് ദ റേഷ്യോ ഓഫ് ദി ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ് ആണ് എനർജി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ f(E) ഈക്വൽ ടു NI ബൈ GI ഇസ് ഈക്വൽ ടു NI ബൈ GI ചെയ്യുമ്പോൾ നമുക്ക് 1 ബൈ e റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ EI പ്ലസ് 1. അവിടെ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ബീറ്റ ഈക്വൽ ടു 1 ബൈ KT where K is the Boltzmann's constant. അപ്പം നമുക്ക് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടി. ഇത്രയാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. NI ഈക്വൽ ടു GI ഡിവൈഡഡ് ബൈ e റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ I പ്ലസ് 1. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അടുത്തത് എനർജി ഫെർമി ഡിറാക് എനർജി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f(E) ഈക്വൽ ടു 1 ബൈ e റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ EI പ്ലസ് 1 where ബീറ്റ ഈക്വൽ ടു 1 ബൈ KT. ഓക്കെ, ഇതാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷനിൽ. അപ്പോൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷനിലായാലും നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻസ് നമുക്ക് ഐഡൻറ്റിക്കലും ഇൻഡിസ്റ്റിങ്വിഷബിളും ആയിട്ടുള്ള പാർട്ടിക്കിൾസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർട്ടിക്കിൾസിൻ്റെ സ്പിന്ന് ഹാഫ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇത് പോളിസ് എക്സ്ക്ലൂഷനിൽ ഒബേ ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ വേവ് ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദ പാർട്ടിക്കിൾ ഷുഡ് ബി ആൻറ്റിസിമെട്രിക്. ഇങ്ങനത്തെ ഈ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ഫെർമിയോൺസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, മ്യൂയോൺസ്, ഹൈപ്പറോൺസ്, ഇതെല്ലാം ഫെർമിയോൺസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ആർ ദ ഇവിടുത്തെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് NI ഈക്വൽ ടു GI ഡിവൈഡഡ് ബൈ e റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ EI പ്ലസ് 1 ആണ്. അത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f(E) ഈക്വൽ ടു 1 ബൈ e റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ EI പ്ലസ് 1 ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കമ്പാരിസൺ ഓഫ് ദി 3 സ്റ്റാറ്റിസ്റ്റിക്സ്. 3 സ്റ്റാറ്റിസ്റ്റിക്സിനെ എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്പാരിസൺ ഓഫ് 3 സ്റ്റാറ്റിസ്റ്റിക്സ്: മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. പാർട്ടിക്കിൾസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിലെടുത്ത് അവിടുത്തെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്, ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ അവിടെ എടുത്തിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ കേസിലാണ് നമ്മൾ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിലാണ് എടുത്തിരിക്കുന്നത്. അവിടുത്തെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷബിൾ ആണ്. ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സിലും ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിലും പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ MB ഡിസ്ട്രിബ്യൂഷനിലാണ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പാർട്ടിക്കിൾസിന് എനർജി ലെവൽസിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ഗിവൺ സ്റ്റേറ്റ്. ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നോ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ഗിവൺ സ്റ്റേറ്റ്. പക്ഷേ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ്, ദർ ഈസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ഗിവൺ ക്വാണ്ടം സ്റ്റേറ്റ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഇറ്റ് ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പം ബാക്കി 2 സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ഒബേ ചെയ്യുന്നില്ല, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല. ഇനി മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പാർട്ടിക്കിൾസിന്
എനി സ്പിൻ നമുക്ക് ഏത് സ്പിൻ വേണമെങ്കിലും ആകാം. അവിടുത്തെ വേവ് ഫംഗ്ഷൻ ഓവർലാപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് 0 ഓർ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കും. സ്പിൻ എന്ന് പറയുന്നത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ്, ദാറ്റ് ഈസ് 1h/2, 2π, 2h × 2h/2π, 3h/2π, അങ്ങനെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കും അവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ സ്പിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വേവ് ഫംഗ്ഷൻ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻസ് ഓവർലാപ്പ് ചെയ്യും. അത് കണക്കിന് വേവ് ഫംഗ്ഷൻ സിമ്മട്രിക്കും ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് FD സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കും. പാർട്ടിക്കിൾസിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി സിമെട്രിക് ആയിരിക്കും. പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ആണ്. MB ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ എടുത്തിരിക്കുന്നത് ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ആണ്. നമുക്കതിനെ ബോട്ട്സോൺസ് എന്നും വിളിക്കും കേട്ടോ. ബോട്ട്സോൺസ്, BOLTZONS, ഇങ്ങനെ ബോട്ട്സോൺസ് എന്നും വിളിക്കാറുണ്ട് ക്ലാസിക്കൽ പാർട്ടിക്കിൾസിനെ. പക്ഷേ BE ഡിസ്ട്രിബ്യൂഷൻ ലാ, ബോസ്-ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ ലാ, അതിലെടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ബോസോൺസ് എന്നാണ് വിളിക്കുന്നത്. BE ഡിസ്ട്രിബ്യൂഷൻ ലാ ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ബോസോൺസ് എന്ന് വിളിക്കും. FD സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ഫെർമിയോൺസ് എന്ന് വിളിക്കും. ഇനി MB ഡിസ്ട്രിബ്യൂഷൻ ലാ ആപ്ലിക്കബിൾ ടു മോളിക്യൂൾസ്. ആപ്ലിക്കബിൾ എങ്ങോട്ടാണ് ആപ്ലിക്കബിൾ? മോളിക്യൂൾസിൻ്റെ കേസിലാണ് MB ഡിസ്ട്രിബ്യൂഷൻ ലാ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി BE സ്റ്റാറ്റിസ്റ്റിക്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഫോട്ടോൺസും ആണ്. ഫോട്ടോൺസ് ഇൻ എ ക്യാവിറ്റി ആൻഡ് ഫോനോൺസ് ഇൻ സോളിഡ്സ്. ഫോട്ടോൺസിൻ്റെ ക്യാവിറ്റി, ബ്ലാക്ക് ബോഡി റേഡിയേഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് ഏത് വെച്ചിട്ടാണ്? ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ്. ഫെർമിയോൺസ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള പാർട്ടിക്കിൾസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. മെറ്റൽസിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് ഡിസ്റ്റിങ്വിഷബിൾ വേസ്, ഓരോന്നിനകത്തും പാർട്ടിക്കിൾസിന് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേസ് ഏതൊക്കെയാണെന്നുള്ളത് πi MB ഡിസ്ട്രിബ്യൂഷൻ ലാ വെച്ചിട്ടാണെങ്കിൽ πi GI⁻⁴ ഡിവൈഡഡ് ബൈ ni ഫാക്ടോറിയൽ. BE സ്റ്റാറ്റിസ്റ്റിക്സിനകത്താണെങ്കിൽ ni+GI-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ni ഫാക്ടോറിയൽ ഇൻറ്റു GI-1 ഫാക്ടോറിയൽ. ഇനി അടുത്തത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിൽ GI ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ni ഫാക്ടോറിയൽ ഇൻറ്റു GI-1 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ലാ എന്ന് പറയുന്നത് ni = GI ഡിവൈഡഡ് ബൈ e⁴ പ്ലസ് ബീറ്റ EI. ഇൻ ദ കേസ് ഓഫ് MB statistics ni = GI by e⁻ plus beta EI -1 in the case of BE statistics and GI divided by e⁻ plus beta EI +1 അങ്ങനെയാണെങ്കിൽ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയാണ് കമ്പാരിസൺ ഓഫ് 3 സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. MB ഡിസ്ട്രിബ്യൂഷനിൽ distinguishable particles ആണ്. There is no restriction to the number of particles in different states. Because it did not obey Pauli's exclusion principle. Particles can have any spin and the wave function associated with the particles do not overlap. Classical particles ആണ് ഇതിനകത്തുള്ളത്. Example molecules. Distribution function എന്ന് പറയുന്നത് πi GI⁻⁴ divided by ni factorial. And distribution law എന്ന് പറയുന്നത് ni = GI divided by ni factorial into ni = GI divided by e⁻ plus beta EI. ഇനി അടുത്തത് ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ്. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ടു ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഡു നോട്ട് ഒബേ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. സ്പിൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. വേവ് ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദ പാർട്ടിക്കിൾസ് ഓവർലാപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ സിമെട്രിക് ആയിരിക്കും. പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേര് ബോസോൺസ് എന്നാണ്. എക്സാമ്പിൾ ഫോനോൺസും ഫോട്ടോൺസും. ഓക്കെ, അവിടുത്തെ നമ്പർ ഓഫ് പോസിബിൾ വേസ് എന്ന് പറയുന്നത് ni+GI-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ni ഫാക്ടോറിയൽ ഇൻറ്റു GI-1 ഫാക്ടോറിയൽ. പിന്നെ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് GI ഡിവൈഡഡ് ബൈ e⁻ plus beta I -1 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇൻഡിസ്റ്റിങ്വിഷബിളും ഐഡൻറ്റിക്കലും ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. There is restriction to the number of particles in each quantum state because it obeys Pauli's exclusion principle. Spin എന്ന് പറയുന്നത് ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. അത് കണക്ക് തന്നെ വേവ് ഫംഗ്ഷൻ ഓവർലാപ്പ് ചെയ്യും, ബട്ട് ആൻറ്റി സിമെട്രിക് ആണ്.
ഇവിടുത്തെ പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫെർമിയോൺസ് എന്നാണ്. എക്സാമ്പിൾ ഫ്രീ ഇലക്ട്രോൺസ്. ഇവിടുത്തെ മോസ്റ്റ് പ്രോബബിൾ വേസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഡിസ്റ്റിങ്ഷബിൾ വേസ് എന്ന് പറയുന്നത് GI ഫാക്ടോറിയൽ ബൈ NI ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് NI ദ ഹോൾ ഫാക്ടോറിയൽ. ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് GI ഡിവൈഡഡ് ബൈ e⁻α + β EI + 1 ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം FD സ്റ്റാറ്റിസ്റ്റിക്സ് essay ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് കമ്പാരിസൺ ഓഫ് 3 സ്റ്റാറ്റിസ്റ്റിക്സ്. സോ സ്കിപ്പ് ചെയ്യരുത്, പഠിക്കണം.